അതാകുമ്പോൾ 2-3 മിനിറ്റിലേക്ക് തീരും. കണ്ണൻ ഭജൻ മണ്ഡലിയും നമ്മുടെ ശിവറാം കൂട്ടുമാമ നാங்கள் ഒരേ ഫാമിലി, അതിൽ കൂടുതലാകും സുഖത്തിനുള്ളില്ലേ. ശ്രീ കണ്ണൻ ഭജൻ മണ്ഡലി നാമസംഗീത സത്സംഗ് മലേശാല തിരുവനന്തപുരം. സമ്പദേ സർവലോകാനാം പ്രഥമായ അമൃതായ വിദഗ്ധേ ഭഗവത് സേവ കണ്ണൻ ഭജന മണ്ഡലി മംഗളപത്രികை is presented on the occasion of centenary celebration of Guru K. Sivaramakrishna Flute Vidwan on 16th February 2025. கண்ணன் பஜனை வழியே குழலிசைத்த மாமா, குழலை தன் குரலாக்கி முத்திரையும் பதித்தவர், குழைவான ஹார்மோனிய இசையையும் தந்தவர், குருவாக கண்ணன் பஜனை மண்டலியில் திகழ்ந்தவர், குறைவில்லா நல்வாழ்வு ஊரகத்தில் கழித்தவர், திரையுலக மேடையிலும் தன்னை பதித்தவர், சித்திக்கும் நாரங்களை திகட்டாமல் அடித்த திவ்யமாக படைத்தவர், திருவருளும் குருவருளும் தனதாக்கி கொண்டவர், பல்வேறு பட்டங்களும் சொந்தமாக்கி ஆண்டவர், பட்டாங்கில் சொன்னபடி உலகிலே வாழ்ந்தவர், பரிபூர்ண நல்வாழ்வும் இறையருளால் பெற்றவர், பசுமையான இயல்களில் இந்நாளும் இந்தவர், எவித்தாத வேடகானம் ஹார்மோனிய வித்தகர், தெய்வீக இசை சிறந்த எங்களுடன் இணைந்தவர், பெருதினிலே நாமங்கள் நல்லவன் எழுந்தவர், ஆக்கம் பாபு 100ஆம் ஆண்டு விழாவில் மலேசியாவை கண்ணன் பஜனை மண்டலியின் சமர்ப்பணம். ഇന്ന് നൃത്ത സംഗീത വാദ്യോപകരണങ്ങൾ ഏത് കാര്യത്തിനെ പറ്റിയാണെങ്കിലും ആധികാരികമായി അവർക്ക് എല്ലാ മാസവും അവിടെ ഒരു സംഗീത ബോധവൽക്കരണ ക്ലാസ് അദ്ദേഹത്തിൻ്റെ ഒരു ജന്മദിന ആശംസകൾ, അതായത് ശതാബ്ദി ദിനാഘോഷം നടക്കുന്ന ഈ വേദിയിൽ ഒരു ആശംസകൾ സംഗീതത്തിൻ്റെ ഭാഗത്തായിരുന്നാലും നൃത്തത്തിൻ്റെ ഭാഗത്തായിരുന്നാലും അവിടുത്തെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും 2 കാര്യങ്ങൾ കൂടി ഇടയ്ക്ക് വിട്ടുപോയതാണ് പറയാനുള്ളത്. അതായത് ഇതിൻ്റെ ഒരു നൃത്ത സംഗീത സഭ ശങ്കർ സാറിൻ്റെ വീട്ടിലിരുന്നാണ് ഇങ്ങനൊരു, പക്ഷേ അത് ആ പ്രതിമാസ പരിപാടികളിൽ എല്ലാ ദിവസവും ആ സമയത്ത് സഭാമണ്ഡപത്തിൽ മിക്കവാറും അവിടെ തന്നെ ആയിരുന്നു. യുവകലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അത് ആരംഭിച്ചത്. പക്ഷേ ആ വേദിയിൽ നമ്മുടെ ശിവരാമകൃഷ്ണ സ്വാമിയുടെ പങ്ക് വളരെ വളരെ പ്രയോജനിച്ചിട്ടുണ്ട്. ആ വരുന്ന കലാകാരന്മാർക്ക് അവരുടെ ഫ്രണ്ടിൽ ഇരുന്ന് അവർക്ക് താളം വിട്ടുകൊടുത്ത് അവർക്ക് അവരെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ച് ആ കച്ചേരി തീരുന്നവരെ ഇരുന്ന് അവരെ അനുഭവിച്ചിട്ട് വിടുന്ന ഒരു അദ്ദേഹമായിരുന്നു ശ്രീ ശിവരാമകൃഷ്ണ സ്വാമി. അതുപോലെ തന്നെ ഏത് കാര്യത്തിലായിരുന്നാലും എത്ര വയ്യെങ്കിലും അദ്ദേഹം ആരെ ബുദ്ധിമുട്ടിക്കാതെ ഒരു ഓട്ടോയിലെങ്കിലും അവിടെ എത്തി എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് വേണ്ട ഒരു സഹായം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു കാര്യം പറയാനാണ്.
പിന്നെ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വർഷവും ഈ നൃത്തസംഗീതോത്സവത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നാൽ കലാമത്സരം നടത്തുന്നതിനുള്ള അറിവുകൾ അദ്ദേഹം എങ്ങനെ നടത്തണം എന്നുള്ളത് നമ്മുടെ മറ്റുള്ള കമ്മിറ്റി അംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ ഈ മത്സരത്തിലും പങ്കെടുത്ത് ആ മത്സരത്തിൽ വിജയികളായവർക്ക് അദ്ദേഹം വിളിച്ചിരുത്തി അവർക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായം കൂടെ അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാനാണ് ഞാൻ രണ്ടാമത് വരുന്നത്. അടുത്തതായി ശ്രീ VL ഹരിഗണേഷ് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ശ്രീ രാമദാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി കൗൺസിലറിനെ